നമസ്കാരം. നാളെ കഴിഞ്ഞാൽ ആറ്റുകാൽ പൊങ്കാലയാണ്. പല പ്രാവശ്യം തിരുവനന്തപുരത്ത് പോയി പൊങ്കാല അർപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് പിന്നെ വീട്ടുമുറ്റത്ത് തന്നെയാണ് പൊങ്കാല അടുപ്പ് ഉണ്ടാക്കുക. ആദ്യമായി ആറ്റുകാൽ പോയത് ഒരു പ്രത്യേക അനുഭവമായിരുന്നു. ഇന്നത്തെ വിശേഷം അതിനെപ്പറ്റിയാണ്. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം നാളെ കഴിഞ്ഞ് നടക്കാൻ ഇരിക്കുകയാണ്. ആദ്യമായി ഞാൻ ആറ്റുകാലിൽ പൊങ്കാല ഇടാൻ പോയത് ഒരു മഹാസംഭവമായി ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുന്നു. തിരുവനന്തപുരം ആയിട്ട് വലിയ പരിചയമൊന്നുമില്ല. പണ്ടൊരിക്കൽ ഒരു കൂട്ടുകാരി കൊണ്ടുപോയി കുറേ സ്ഥലങ്ങളൊക്കെ കാണിച്ചതല്ലാതെ തിരുവനന്തപുരം ഒട്ടും പരിചയമില്ല. അതിൻ്റെ കൂടെ തന്നെ പൊങ്കാല എന്നത് നേരിട്ട് ഞാൻ കണ്ടിട്ടും ഉണ്ടായിരുന്നില്ല. TV-യിൽ മാത്രമാണ് പൊങ്കാല കണ്ടിരുന്നത്. അതിനാൽ തന്നെ പൊങ്കാല ഇടുന്നതിനെ പറ്റി ഒരു വിവരവും എനിക്ക് ഉണ്ടായിരുന്നില്ല. എങ്കിലും ഞാൻ ഒരു തവണ തീരുമാനിച്ചു തിരുവനന്തപുരത്ത് പോയി ആറ്റുകാൽ പൊങ്കാല ഒന്ന് സമർപ്പിക്കാം. അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എങ്കിലും ഞാൻ കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം ഒരുക്കി വെച്ചു. കയ്യിലെടുക്കാവുന്ന പോലെ 3 ഇഷ്ടിക കഷ്ണങ്ങളും വിറകും മൺകലവും വെള്ളവും അടക്കം പായസത്തിനുള്ള എല്ലാ സാധന സാമഗ്രികളും ഒരു ബിഗ് ഷോപ്പറിലാക്കി ഞാൻ റെഡിയാക്കി വെച്ചു. ഇതെല്ലാം ചെയ്യുമ്പോഴും പിറ്റേ ദിവസം വെളുപ്പിനെ ഉള്ള ട്രെയിനിന് കയറാം എന്നുള്ള ഉദ്ദേശത്തിൽ കിടക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ഒരേ ഒരു ചിന്തയാണ് ഉണ്ടായിരുന്നത്. ഇത് ഞാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് പായസം ഉണ്ടാക്കി തീർക്കുവാൻ സാധിക്കുമോ? പ്രത്യേകിച്ചും ഒരു പരിചയവുമില്ലാത്ത സ്ഥലമാണ്. എവിടെയാണ് പോയിട്ട് ഈ പൊങ്കാല ഇടുക എന്നതറിയില്ല. ക്ഷേത്രം എവിടെയാണെന്നറിയില്ല. തിരുവനന്തപുരത്ത് പോയിട്ട് ഒരു പരിചയവുമില്ല, പരിചയക്കാരുമില്ല. അതിനാൽ തന്നെ ഇതെല്ലാം ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ കിടന്നത്. അടുപ്പ് കത്തിച്ച് പാചകം ചെയ്തിട്ടുള്ള പരിചയവും അധികമില്ല. അപ്പോൾ അവിടെ ചെന്ന് വിറക് കത്തിച്ചാണ് ഇത് ഉണ്ടാക്കേണ്ടത് എന്നുള്ള കാര്യം അറിയാം. അപ്പോൾ ഞാൻ കരുതി വച്ചിരിക്കുന്ന വിറകിനകത്ത് ഇത് നന്നായി വരുമോ? ഒന്നാമത് മൺപാത്രമാണ്. മൺകലത്തിൽ വെള്ളം വെച്ച് കഴിഞ്ഞാൽ വെള്ളം തിളയ്ക്കുമോ? അരി വെന്ത് വരുമോ? അരി വെന്ത് കഴിഞ്ഞിട്ടല്ലേ നമ്മൾക്ക് അതിനകത്ത് ശർക്കരയും തേങ്ങയും പായസമാക്കി റെഡിയാക്കാൻ പറ്റുകയുള്ളൂ. ഇങ്ങനെ പലവിധ ചിന്തകളുമായി ഞാൻ കിടന്നുറങ്ങി. വെളുപ്പിന് ഉള്ള ബസ്സിന് ഇവിടുന്ന് പോയി തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിനുണ്ട് ബസ്സിന്. അങ്ങനെ തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിൻ കയറാൻ ബസ്സിൽ പോയി. എനിക്ക് ട്രെയിൻ കിട്ടി. ഞാൻ ട്രെയിനിൽ കയറി യാത്രയായി. ട്രെയിനിൽ ഇരിക്കുന്ന സമയം അത്രയും കുറേയധികം നേരമുണ്ട് തിരുവനന്തപുരം വരെ എത്താൻ. ഈ സമയം അത്രയും എൻ്റെ മനസ്സിലെ ചിന്ത ഇത് മാത്രമായിരുന്നു. എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് അവിടെ ചെന്ന് പൊങ്കാല ഇട്ട് അത് പൂർത്തിയാക്കി വരാൻ പറ്റുമോ? തീ കത്തിച്ചു കഴിഞ്ഞാൽ തീ കത്തി നിൽക്കുമോ? വെള്ളം തിളച്ച് കിട്ടുമോ? അരി വേവുമോ? ഇങ്ങനെയുള്ള പലവിധ ചിന്തകളാണ് എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നത്. ഇത് തന്നെ ചിന്തിച്ച് ഞാൻ ട്രെയിനിനുള്ളിൽ ഇരുന്നു. തിരുവനന്തപുരം സ്റ്റേഷൻ അടുക്കാറായി. അതിനു മുന്നേ ഒരു സ്റ്റേഷനിൽ നിന്ന് കുറേ അധികം സ്ത്രീകൾ കയറി. അവർ എൻ്റെ നേരെ മുന്നിലുള്ള സീറ്റിൽ വന്നിരുന്നു. അപ്പോഴും ഞാൻ ആരെയും ശ്രദ്ധിക്കുന്നില്ല. എൻ്റെ മനസ്സിലുള്ള ചിന്ത ഇത് തന്നെയാണ്. ഇത് തിരുവനന്തപുരത്ത് സ്റ്റേഷനിൽ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങോട്ടാ പോകേണ്ടത് എന്നും ഒരു ഐഡിയ ഇല്ല. ക്ഷേത്രം എവിടെയാണെന്നും അറിയില്ല. എൻ്റെ വിചാരം ക്ഷേത്രത്തിൽ ചെന്ന് പൊങ്കാല ഇടണം എന്നാണ്. അങ്ങനെ ഞാൻ ഇതൊക്കെ ആലോചിച്ചിങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്ന് ഉച്ചത്തിൽ ദേവീസ്തുതികൾ പാടുന്ന ഒരു ശബ്ദം കേട്ടു. അത് ശ്രദ്ധിച്ച് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ മുന്നിൽ വന്നിരുന്ന സ്ത്രീകളുടെ കൂട്ടത്തിൽ ഒരു വല്യമ്മ, മുണ്ടും ബ്ലൗസും ഇട്ട ഒരു വല്യമ്മ വളരെ ഉച്ചത്തിൽ ദേവീസ്തുതികൾ ഭജന പാടുകയാണ്.
കുറച്ച് നേരം ഞാനത് ശ്രദ്ധിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും ഞാനത് മറന്നുപോയി. എൻ്റെ ചിന്ത തിരുവനന്തപുരത്ത് ചെന്നിട്ട് ഇനി എങ്ങോട്ട് പോകണം എന്നുള്ളതായിരുന്നു. തിരുവനന്തപുരം സ്റ്റേഷനിൽ ചെന്നു. ട്രെയിൻ ഇറങ്ങി. ട്രെയിൻ ഇറങ്ങുമ്പോഴും ഞാൻ ചിന്തിക്കുന്നത് ഇനി എങ്ങോട്ടാണ് പോവുക എന്നതാണ്. കാരണം കൂടെ വന്നിരിക്കുന്ന പെണ്ണുങ്ങളെല്ലാം അവരുടെയൊക്കെ കൂടെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ അതിൻ്റെ കറക്റ്റ് പോകേണ്ട സ്ഥലത്തേക്കാണ് പോകുന്നത്. എനിക്ക് എവിടോട്ട് പോകണമെന്ന് അറിയില്ല. ഞാൻ ട്രെയിനിന് വെളിയിൽ ഇറങ്ങി. അവിടെ ഇറങ്ങി ഉടനെ എൻ്റെ ശ്രദ്ധയിൽ പെട്ടെന്ന് കണ്ടത്, എൻ്റെ നേരെ മുന്നിൽ ഈ മുണ്ടും ബ്ലൗസും ഇട്ട വല്യമ്മ നിന്ന് ഭജന പാടുന്നു. വളരെ ഉച്ചത്തിൽ ദേവീസ്തുതികൾ പാടുകയാണ്. എൻ്റെ നേരെ മുന്നിലാണ് നിൽക്കുന്നത്. അതിനാൽ തന്നെ എൻ്റെ ശ്രദ്ധ അവിടെ ചെന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു, ദേവീസ്തുതികൾ ഉച്ചത്തിൽ പാടുന്ന വല്യമ്മ അമ്പലത്തിലേക്കായിരിക്കും പോവുക. അപ്പോൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അമ്പലത്തിലേക്കുള്ള വഴി അറിയായിരിക്കും. ഞാൻ അവരോട് ചോദിച്ചു, ഏതുവഴിയാണ് അമ്പലത്തിലേക്ക് പോവുക? ഉടൻ തന്നെ അവരെൻ്റെ കയ്യിൽ പിടിച്ചു. എന്നെ കയ്യിൽ പിടിച്ച് അവർ മുന്നോട്ട് നടന്നു. ഞാനും കൂട്ടത്തിൽ നടന്നു. എന്നോട് ഇവരൊന്നും തന്നെ സംസാരിക്കുന്നില്ല. ഇവര് ഉച്ചത്തിൽ ഭജന പാടിക്കൊണ്ട് തന്നെ നടക്കുകയാണ്. അപ്പം നേരെ ക്ഷേത്രത്തിലേക്കായിരിക്കും പോവുക എന്നാണ് ഞാൻ ചിന്തിച്ചത്. കുറേ അധികം ദൂരം നടന്നിട്ടും ക്ഷേത്രത്തിലൊന്നും എത്തുന്നില്ല. അപ്പോൾ റോഡിലെല്ലാം ആൾത്തിരക്കാണ്. എല്ലായിടത്തും അടുപ്പുകല്ലുകൾ റെഡിയായിട്ട് നിൽക്കുന്നു. ഇനി തീ കത്തിക്കുന്ന സമയം അടുത്തു വരുന്നു. അപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചു, അമ്പലത്തിലേക്ക് ഇനി ഒരുപാട് ദൂരമുണ്ടോ? അവർ ഒന്നും സംസാരിക്കുന്നില്ല. എൻ്റെ കയ്യിൽ പിടിച്ച് നേരെ മുന്നേക്ക് തന്നെ നടന്നു. ഞാനും അങ്ങനെ അങ്ങ് പോയി. കുറച്ചധികം നടന്നു കഴിഞ്ഞപ്പോൾ ഒരു അധികം ആൾക്കാരൊന്നും ഇരിക്കാത്ത ഒഴിഞ്ഞ ഒരു സ്ഥലം എത്തി. അവിടെ ഒരു സ്ഥലത്ത് കുറേ അധികം ചുടുകട്ടകൾ അട്ടിയടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചുടുകട്ടകൾ വിൽക്കാൻ പലയിടത്തായി അട്ടിയടുക്കി വെച്ചിരിക്കും. അങ്ങനെയുള്ള ഒരു സ്ഥലം കൂടിയായിരുന്നു. ഇവർ അവിടെ ചെന്ന് 3 കട്ട എടുത്തിട്ട് വന്നിട്ട് ഒരു സ്ഥലത്ത്, അധികം ആളൊന്നും ഇല്ല അവിടെ, ഒരു സ്ഥലത്ത് 3 കല്ല് വെച്ച് അടുപ്പ് വെച്ചു. എന്നോട് കലവും വെള്ളവും എല്ലാം എടുക്കാൻ പറഞ്ഞു. ഞാൻ അതെല്ലാം എടുത്തു. ചെരുപ്പ് ഊരിയിട്ടിട്ട് കലത്തിനകത്ത് വെള്ളം വെച്ച് അതിൽ വെക്കാൻ പറഞ്ഞു. അതെല്ലാം ഞാൻ വെച്ചു. വിറകും എല്ലാം വെച്ചു. അങ്ങനെ എല്ലാം സെറ്റപ്പ് എല്ലാം റെഡിയാക്കി തന്നു പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവരെന്നോട് പറഞ്ഞു, അമ്പലത്തിൽ തീ കത്തിക്കുന്ന സമയമാകുമ്പോൾ തീ കത്തിച്ചാൽ മതി, അവിടുന്ന് അറിയിപ്പ് വരും, കത്തിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ സെറ്റപ്പും റെഡിയായി. ഞങ്ങൾക്ക് ആണ് മറ്റുള്ളവരുടെ എല്ലാം പോലെ തന്നെ ഇനി തീ വരുന്ന താമസം മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ പോകട്ടെ എന്നവരെന്നോട് ചോദിച്ചു. ശരി എന്ന് ഞാൻ പറഞ്ഞു. ഇവർ എങ്ങോട്ടോ പോയി. ഞാനത് പെട്ടെന്ന് തന്നെ മറന്നുപോയി. അത് എൻ്റെ കൂടെ പെട്ടെന്ന് തന്നെ ഇത് കത്തിക്കാനുള്ള തീ എത്താൻ തുടങ്ങി. ഞാനിത് തീ കത്തിച്ചു, അരിയൊക്കെ ഇട്ടു, പായസം വെന്ത് റെഡിയായി വന്നു. അപ്പം ഇത്രയും പിന്നീട് പായസം ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. ഈ വല്യമ്മയുടെ കാര്യം നമ്മളതങ്ങ് മറന്നുപോയി. എല്ലാ കാര്യങ്ങളും നമ്മൾ മറന്നുപോകും ഈ പായസം ഉണ്ടാക്കുന്ന സമയം. പായസം എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അടുത്തിരിക്കുന്ന ആൾക്കാർ പരിചയപ്പെടാൻ വരും. എൻ്റെ അടുത്ത് ഒരു ചെറുപ്പക്കാരി സ്ത്രീയും കൂടെ 2 കുട്ടികളും ഉണ്ടായിരുന്നു. അവർ എന്നോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അതിൻ്റെ കൂടെ തന്നെ ഉച്ചയ്ക്ക് ഉള്ള ഊണും വെള്ളവും എല്ലാം അവരുടെ കുട്ടികളെ വിട്ട് വാങ്ങിപ്പിച്ചു. ഫ്രീ ആയി ആഹാരം കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്, അവിടെ പോയി ക്യൂ നിന്ന് വാങ്ങിക്കണം. അപ്പോൾ ഈ കുട്ടികൾ പോയി ക്യൂ നിന്നിട്ട് ഈ സാധനങ്ങൾ വാങ്ങിക്കും. അങ്ങനെ വാങ്ങിക്കുന്ന കൂട്ടത്തിൽ എനിക്കും വാങ്ങിച്ചു തന്നു ഊണുപൊതി ഒക്കെ. ഊണെല്ലാം കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ എന്നോട് എവിടെ നിന്നാണ് വന്നതെന്നൊക്കെ ചോദിച്ചു. ഞാൻ ഇത്ര ദൂരെ നിന്നാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ തിരികെ പോകാൻ ബുദ്ധിമുട്ടാകും, അതുകൊണ്ട് ഇപ്പോൾ തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലേക്ക് പോയിക്കൊള്ളൂ. അവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ നിന്നാൽ മതി, തീർത്ഥം അവിടെ തളിക്കും, ഇല്ലെങ്കിൽ വിഷമം വരും എന്ന് എന്നോട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ എന്നോട് പാത്രങ്ങളെല്ലാം എടുത്ത് റെഡിയായി പെട്ടെന്ന് തന്നെ പൊയ്ക്കോളാൻ അവരെന്നോട് പറഞ്ഞു. അവർ കൂടുതലായിട്ട് പലഹാരങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതിൽ വെന്തു വന്ന പലഹാരം 2-3 അപ്പം എനിക്ക് തന്നു. കുമ്പിളപ്പം അത് എനിക്ക് തന്നു വിട്ടു. ബാക്കി സാധനങ്ങളൊക്കെ വെന്ത് വരുന്നതേ ഉള്ളൂ, ഇത് മാത്രമേ ഉള്ളൂ വെന്തത് എന്ന് പറഞ്ഞ് അവരതെനിക്ക് തന്നു വിട്ടു. എന്നോട് പറഞ്ഞ് യാത്രയാക്കി. ഇതിൻ്റെ കൂടെ അവരെന്നോടൊരു ചോദ്യം ചോദിച്ചു, കൂടെ വന്ന അമ്മ എവിടെ?
അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, നേരാണല്ലോ, ഞാൻ വരുമ്പോൾ എൻ്റെ കൂടെ ഒരു വല്യമ്മ ഉണ്ടായിരുന്നല്ലോ. ഞാൻ പറഞ്ഞു, എൻ്റെ കൂടെ വന്നതല്ല, ഞാൻ ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ടതാണ്. ഇത് പറഞ്ഞിട്ട് ഞാൻ നേരെ അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോയി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിന് കിട്ടി പെട്ടെന്ന് തിരിയാവും. അതായിരുന്നു എൻ്റെ ആദ്യത്തെ പൊങ്കാല. അത് ഒരു മഹാ അനുഭവമായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അങ്ങനെ ഓർക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നു, എന്നെ അന്ന് സഹായിക്കാൻ വന്നത് സാക്ഷാൽ ആറ്റുകാലമ്മ തന്നെയല്ലേ. വീണ്ടും കാണാം അടുത്ത വിശേഷവുമായി. നമസ്കാരം.